Namaste viewers, welcome back to my new video. ഇന്ന് 2nd January ആണ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന നിഫ്റ്റി ആൻഡ് ഓപ്ഷൻ നമ്മുടെ വീട്ടിലാണ് സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ കറക്റ്റ് ടൈമിൽ എൻട്രി എടുത്ത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ എയിം ചെയ്യാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കുന്ന സ്ട്രാറ്റജി ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓൺലൈൻ തന്നെ ഡെമോൺസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. ഡയറക്റ്റ് വരാൻ പറ്റുന്നവർക്ക് ഡയറക്റ്റ് വരാവുന്നതാണ്. ഓഫീസ് ആലപ്പുഴ ചേർത്തുള്ള KSRTC സെന്റർ തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന നിഫ്റ്റി നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് മെയിൻ ചാർട്ടിനെ തന്നെയാണ് ആദ്യം. കാരണം ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുള്ളൂ കോളാണ് പുട്ടാണ് നമ്മൾ എടുക്കേണ്ടത്, ഏത് സ്ട്രൈക്കാന്നുള്ള വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതിനുശേഷം മാത്രം എൻ്റെ സ്ട്രൈക്ക് സെലക്ഷൻ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ തന്നെ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി, കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഫോളോവർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്കിതിപ്പോൾ എക്സാമ്പിൾ ഞാൻ നിഫ്റ്റിയാണ് കാണിക്കുന്നത്. ഇതുണ്ട് 23,961 ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ആണ്. ഇപ്പോൾ നടക്കുന്ന ലൈവ് മാർക്കറ്റ് റേറ്റ് ആണ്. ഇതിനകത്തൊരു വൈറ്റ് കളറിൽ ലൈൻ കാണാൻ സാധിക്കുന്നത് ഡേ സെപ്പറേഷൻ. ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു ബൈസിക്കിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗ്രീൻ കളറിൽ വരുന്ന ബൈ ചെയ്യാനുള്ളതും റെഡ് വരുന്ന സെല്ലാണ്. അതായത് സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. സിഗ്നൽ വരുമ്പോൾ അലേർട്ട് മെസ്സേജും ഏറ്റവും മേഖലയോട്ട് നിങ്ങൾ നോക്കിയാൽ ബൈ അറ്റ് 23,787 ബൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കോൾ സൈഡ് ആണ് നമ്മൾ എൻട്രി വരുന്നത്. അതുപോലെ 23,787 ഈ ലെവലിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാം. ITM, OTM, ATM ഏത് വേണമെങ്കിലും എടുക്കാം. ഇത്രയും കാര്യം ചെക്ക് ചെയ്യുക. അതായത് രണ്ട് കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ചാർട്ട് അണ്ടർലൈൻ അസറ്റ് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ബൈസിക്കിൾ ആണോ എന്ന് മനസ്സിലാക്കണം. അതുപോലെ ഏത് സ്ട്രൈക്കാന്നുള്ളത്, അതായത് നിഫ്റ്റിയുടെ ബൈ റേറ്റിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത്. ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സോഫ്റ്റിനകത്ത് ഓപ്ഷൻ ചെയിൻ തന്നെ അവൈലബിൾ ആണ്. നമ്മൾ ഏത് ITM ആണോ OTM ആണോ ATM ആണോ ഏതാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്ട്രൈക്കിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ചാർട്ടിൽ നമുക്ക് കിട്ടും. അതായത് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എന്ത് വേണം, ആ ഒരു ചാർട്ടിൽ കൺഫേം ബൈ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ബൈ കിട്ടിയാൽ മാത്രം വരെ നമുക്ക് ഓപ്ഷൻ ചാർട്ടിൽ ബൈ ഉണ്ടോ എന്ന് നോക്കുക. ഞാനിപ്പം ചേഞ്ച് ചെയ്തിരിക്കുന്നത് 23,600 കോൾ ഓപ്ഷൻ ചാർട്ടാണ്. അവിടെ ആ ടൈമിൽ തന്നെ നമുക്ക് ബൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി കൺഫർമേഷൻ പാർട്ടെല്ലാം നമ്മൾ ഇവിടെ ചെക്ക് ചെയ്താൽ മതി. ഇവിടെ ബൈ ഉണ്ടോ, ഇതിൻ്റെ കൺഫർമേഷൻ കൂടെ ചെക്ക് ചെയ്യണം. കൺഫർമേഷൻ രണ്ട് കൺഫർമേഷൻ ആരോ വന്ന ശേഷം തൊട്ട് താഴത്തൊരു ബാർ കണ്ടോ, ആ ബാർ നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. അത് ഇതുപോലെ ഗ്രീൻ കളറിൽ ആയോ എന്ന് ചെക്ക് ചെയ്യുക. സെക്കൻഡ് കൺഫർമേഷൻ പ്രൈസ് താഴെ ബൈ സോണിലോ ആയോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ട് കൺഫർമേഷൻ ചെക്ക് ചെയ്താൽ മതി. ഈ കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ട്രേഡ് എല്ലാം ചെയ്യേണ്ട ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ഇതൊരു സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 275 സോഫ്റ്റ് നമുക്ക് ഈ ഒരു 23,600 കോൾ ഓപ്ഷൻ നമുക്ക് ബൈ പറഞ്ഞു തന്നത്. നമ്മൾ ഈ ഒരു ലെവൽ എൻട്രി എടുത്തു എന്ന് വിചാരിക്കുക. താഴത്തോട്ട് നോക്കിയാൽ ടാർഗറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത് സ്ട്രൈക്ക് എടുത്താലും അതിൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ അതേ ചാർട്ടിൽ നമുക്ക് കാണിച്ചു തരും. ഇവിടെയാണ് നമുക്ക് പലർക്കും കൺഫ്യൂഷൻ വരുന്നത് ഏത് ലെവലിൽ എക്സിറ്റ് എന്നുള്ളത്. അപ്പോൾ അവിടെയാണ് സോഫ്റ്റ് നമുക്കൊരു കറക്റ്റ് എൻട്രി എക്സിറ്റ് പോയിന്റ് കാണിച്ചു തരുന്നത്. 302, 324, 346 3 എക്സിറ്റ് ലെവൽ ഉണ്ടായിരുന്നത്. ഈ എക്സിറ്റ് ലെവൽ എക്സിറ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് ട്രെൻഡിൽ പോകാമെന്ന് വിചാരിക്കുക. ഇപ്പം മാർക്കറ്റ് 100 പോയിന്റ് കയറി ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് ഇവിടെ നമ്മൾ ഓൾറെഡി ടാർഗറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് രണ്ടാമത് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ റെഡ് സ്റ്റാർ കണ്ടോ, അത് മാർക്കറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. ഈ റെസിസ്റ്റർ ബ്രേക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടുന്ന് മാർക്കറ്റ് റേറ്റിൽ തന്നെ ബൈ ചെയ്തിടാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് രണ്ടും കൂടെ ഫോക്കസ് ചെയ്തേച്ചാൽ നമ്മൾ ലൈവ് ട്രേഡ് നടക്കുന്ന സമയത്ത് ഈ മാർക്കറ്റ് റേറ്റിനനുസരിച്ചുള്ള സ്ട്രൈക്കുകൾ നിങ്ങൾക്ക് നേരത്തെ ഈ മാർക്കറ്റ് വാച്ചിലോട്ട് ആഡ് ചെയ്യാം. ഇതാണ് മാർക്കറ്റ് വാച്ച്. കൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു സ്കാനറും കൂടെ കിട്ടുക. ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു സ്കാനറാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്ത് തരുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.